പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് UP സ്കൂളിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ഏകദിന ശില്പശാല നടത്തി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് UP സ്കൂളിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമ്മൾ വായിക്കാൻ ശ്രമിക്കുക, പുസ്തകങ്ങൾ, ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക, അങ്ങനെ വലിയ പുസ്തകങ്ങളിലേക്ക് വരിക. ഓരോ പുസ്തകങ്ങളും ഓരോന്നും വായിക്കുമ്പോൾ നമ്മൾ വാക്കുകളെ നല്ലോണം അറിയാൻ പറ്റും. പലതരത്തിലുള്ള അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓരോന്ന് വായിക്കുമ്പം ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഒന്ന് വായിക്കുമ്പം ആ പ്രദേശത്തെ അനുഭവങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ, വിശേഷങ്ങൾ എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് നമുക്ക് ഓരോ പുസ്തകവും വായനയും പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ തിരുത്തലുകൾ, വായനകൾ ഇതെല്ലാം ശീലമാക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ ശീലമാക്കി വരുമ്പോഴത്തേക്ക് വലിയ വലിയ നല്ല മനുഷ്യരായി മാറാൻ പറ്റും. അപ്പൊ നമ്മുടെ നോർത്ത് UPSലെ വിദ്യാർത്ഥികൾ വലിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി BRCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം, അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. എപ്പോഴും ഞാൻ പലതും ഇവിടെ വെച്ചാണ് പല പ്രഖ്യാപനവും നടത്തുന്നത് അല്ലേ. ഇന്നൊരു പ്രഖ്യാപനം നടത്താൻ പോകാൻ അടുത്ത ജൂൺ മുതൽ ഡിസംബർ വരെ ഒരു ക്വിസ് പ്രോഗ്രാം വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളിലും ക്വിസ് പ്രോഗ്രാം ചെയ്തിട്ട് ജനുവരി മാസത്തിന് അടുത്ത 26 ജനുവരി ഒരു പവൻ ഗോൾഡ് ഇല്ലേ, നമ്മളൊക്കെ കോടിക്കണക്കിന് രൂപ പിരിച്ചല്ലേ ഓരോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ കുട്ടികൾക്ക് 1 പവന്റെ ഒരു ഗോൾഡ് സമ്മാനിച്ചുകൊണ്ട് ഒരു ക്വിസ് പ്രോഗ്രാം ദേവികുളങ്ങര പഞ്ചായത്തിലെ 10ഓളം വരുന്ന സ്കൂളുകൾ മത്സരിക്കാം. അതെല്ലാവർക്കും മത്സരിക്കാം, സെലക്ഷൻ ഇല്ല. ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന ഇവിടുത്തെ കുട്ടികളെല്ലാം മത്സരിക്കണം. തെക്കാവട്ട് മത്സരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളെല്ലാം മത്സരിക്കണം. അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളെല്ലാതെ ചേർന്നിട്ട് ജനുവരി മാസത്തിൽ ഒരു മെഗാ ക്വിസ്. അപ്പൊ എന്റെ ലക്ഷ്യം, ഇന്നലെ ഒരാളിനെ പരിചയപ്പെട്ട ഡോക്ടറാണ്. ആ ഡോക്ടർ അച്ഛനെയും മകളെയും കൂടാണ് പരിചയപ്പെടുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞത് നല്ലൊരു ഡിസ്ട്രിക്ട് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിച്ചത് 5 പൈസ കൈക്കൂലി കൊടുക്കാതെ ഗവൺമെന്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി പഠിച്ച 2 കുട്ടികൾ. 2 പേരും ഡോക്ടർമാരാണ്. ഒരു ഡോക്ടർ UN സെക്രട്ടറിയുടെ പേഴ്സണൽ സ്റ്റാഫാണ്. അപ്പൊ എല്ലാവരും ഇന്നത്തെ ശില്പശാല കഴിഞ്ഞു കഴിയുമ്പോൾ കഥകളും കവിതകളും ഒക്കെ എഴുതണം. ആ കഥകളും കവിതകളും ഒക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് കളക്ട് ചെയ്ത് ആർക്ക് കൈമാറും? BRCക്ക് കൈമാറും. അതിൽ നിന്ന് മികച്ച കഥകളും കവിതകളും ഒക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ജില്ലാതലത്തിൽ ഒരു മാഗസിൻ ഇറക്കും. അതിൽ എന്റെ കഥ വരണം, അതിൽ എന്റെ കവിത വരണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കണം. അപ്പൊ എല്ലാവരും നല്ല, അതായത് പുതുപ്പള്ളിയിൽ നിന്ന് കഥാകാരന്മാരുടെയും കഥാകാരികളുടെയും കവികളുടെയും ഒരു വലിയ തലമുറ രൂപപ്പെടുവാന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ആശംസാ പ്രസംഗം നടത്തി. വാർഡ് മെമ്പർ ചിത്രലേഖ, BRC ട്രെയിനർ ഗായത്രി, CRC കോർഡിനേറ്റർ രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.